തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം തദ്ദേശ സ്ഥാപനങ്ങളും തദ്ദേശ വകുപ്പും കാട്ടുന്ന അനാസ്ഥയാണ്. BPC പദ്ധതി വൻ കൊള്ളയാണ്. അതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. आम आदमी पार्टी जिंदाबाद, आम आदमी पार्टी जिंदाबाद, आम आदमी पार्टी जिंदाबाद, आम आदमी पार्टी जिंदाबाद, अरविंद केजरीवाल जिंदाबाद, अरविंद केजरीवाल जिंदाबाद, अरविंद केजरीवाल जिंदाबाद, अरविंद केजरीवाल जिंदाबाद. തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, തെരുവുനായ ശല്യം ഇല്ലാതാക്കുക, തെരുവുനായ ശല്യം ഇല്ലാതാക്കുക. മൃഗജനന നിയന്ത്രണ പദ്ധതി വ്യവസ്ഥാപിതമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ 3 ലക്ഷം പേരെ തെരുവുനായകൾ ആക്രമിക്കുമായിരുന്നില്ല. പാലക്കാട് നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ മയൂര പദ്ധതി നടപ്പിലാക്കാൻ ജില്ലാ പഞ്ചായത്തിന് നൽകി. പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനായ മൃഗസംരക്ഷണ വിഭാഗത്തിലൂടെ അതേ കാലയളവിൽ 190 തെരുവുനായകളെ മയൂര പദ്ധതിயின் കീഴിൽ വന്ധ്യംകരണത്തിന് വിധേയമാക്കി. ജില്ലാ പ്രസിഡന്റ് O. വേണുഗോപാൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ള തെരുവുനായ ആക്രമണ കേസ് അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. സമീപകാലത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിരവധി പേർ ആക്രമിക്കപ്പെട്ടു. ആ വിഷയം സജീവമായി ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കോടതി ആ വിഷയം ഉയർത്തിയപ്പോൾ, അതേപോലെ സമൂഹ മാധ്യമത്തിൽ ആം ആദ്മി എന്ന രാഷ്ട്രീയ കക്ഷി വളരെ ജനകീയമായി ഉയർത്തിയപ്പോൾ സ്വാഭാവികമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇതിൽ ഇടപെടേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഒരു വലിയ വീഴ്ച തന്നെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി ഈയിടെ നടത്തിയ പ്രഖ്യാപന സത്യത്തിൽ എന്താണ്? പുതിയതായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മറിച്ച് അവരുടെ വീഴ്ചകൾ ഇപ്പോൾ തിരുത്താനുള്ള ശ്രമം മാത്രമായിട്ടാണ്. വൈസ് പ്രസിഡന്റ് പുഷ്പ അധ്യക്ഷയായി, നെന്മാറ മണ്ഡലം സെക്രട്ടറി രവി, ജോഷി ജോർജ്, ഉഷാകുമാരി, ദിവാകരൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.